ക്രൈസ്തലോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് സകലരും ഓട്ടമാണ്. എന്തിനാ ഓടുന്നതെന്നറിയാമോ? രക്ഷപ്പെടാൻ. ആ ഓടുന്ന നിങ്ങൾ ഒരു നിമിഷം ഒന്ന് കണ്ണുറന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ഞാനിതിനെ ഓടുന്നത്? എന്തിനാണ് ഞാൻ ഓടുന്നത്? നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും. ആദ്യം നിങ്ങളുടെ കുടുംബത്തിലെ വിളക്കൊന്ന് കത്തിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആദ്യം നിങ്ങളുടെ കുടുംബത്തിലെ വിളക്ക് കത്തിക്കുക. അയൽക്കത്തെ വീട്ടിലും പറമ്പിലും നാട്ടിലും എല്ലാം മിന്നാമിനുങ്ങിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പോയിട്ടും കാര്യമില്ല, ഒന്നും കിട്ടത്തില്ല. അവനവൻ്റെ വീട്ടിലെ വിളക്ക് കത്തിക്കാണ്ട് ഓടുക. എങ്ങാണ്ട് ധ്യാന കേന്ദ്രങ്ങളിലേക്കും പ്രാർത്ഥനാലയങ്ങളിലേക്കും കണ്ട അവൻ്റെ ഇതിൻ്റെയൊക്കെ പുറകെ ഓടുക. എന്തിനാ? രക്ഷപ്പെടാൻ. ശരിയല്ലേ? നാണാവില്ലേ നമുക്ക്? 99% ക്രിസ്ത്യാനികളാണ് ഈ ഓടുന്നത്. ദൈവത്തിൻ്റെ മക്കളാണ്, കർത്താവിൻ്റെ മക്കളാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. പക്ഷേ കുടുംബത്തിൽ സമാധാനമില്ല, കുടുംബ പ്രശ്നം തീരില്ല. എന്നിട്ട് ഓട്ടമാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം ചെയ്യും. ചെറിയൊരു വീഡിയോ ഉണ്ട്, ചെറിയ കാര്യം നിങ്ങൾക്ക് പറ്റുകയും ചെയ്യാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുടുംബത്തിൽ ആ കുർബാന, നിങ്ങളുടെ കുടുംബത്തിലെ കുർബാന നിങ്ങളൊന്ന് അർപ്പിക്കുക. അതായത് ജപമാല കുടുംബത്തിലെ കുർബാനയാണ്. ഇതൊന്നും അറിയാമില്ലാത്ത ക്രിസ്ത്യാനികളാണ് നിങ്ങളൊക്കെ. നിങ്ങൾ ആ കുടുംബത്തിലെ കുർബാന ഒന്ന് ചൊല്ലുക. ആ ജപമാല ഒന്ന് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഒരുമയോടെ, ഐക്യത്തോടെ ഒന്ന് ചൊല്ലുക. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ വെട്ടം വീഴും. മനസ്സിലായില്ലേ? അപ്പോൾ കുടുംബത്തിൽ വെട്ടം വീഴും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്യുക. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ ദേവാലയമാണ്. നിങ്ങളുടെ ദേവാലയത്തിൽ ചെന്നിരുന്ന് ആ ഈശോയുടെ കുരിശുരൂപത്തിലേക്ക് നോക്കിയിട്ട് ആരും കൂട്ടരുത്, ആരും കൂടെ പോവുകയും ചെയ്യരുത്. ആ ഈശോയുടെ കുരിശുരൂപത്തിൽ നോക്കിയിരുന്നിട്ട് കണ്ണീരോടുകൂടി, മനസ്സിൽ പുറത്തു വിടരുത്, കണ്ണീരോടെ ആ യേശുവിൻ്റെ കുരിശുരൂപത്തിൽ നോക്കി നിങ്ങളൊരു അരമണിക്കൂർ ദിവസം ഒന്നിരുന്ന് നോക്ക്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും, നിങ്ങളുടെ കുടുംബത്തിൽ വെട്ടമാകും. അല്ലാതെ ഓടി നടന്നിട്ട് ഒരു മനുഷ്യനും ഒരു ചുക്കും നിങ്ങൾക്കിട്ട് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം കള്ളന്മാരാണ്. കാശിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ കർത്താവിന് വിറ്റ് ജീവിക്കുന്ന കുറേ മനുഷ്യരാണ്. ഞാനിപ്പോൾ ആരെന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന, അതായത് കുടുംബത്തിലെ കുർബാന, ജപമാല അതൊന്ന് ചെല്ലുക. ആരെയും കൂട്ടണ്ട. ടി വിയിലൊന്നും ജപമാല കൂടരുത്. ഇതൊക്കെ തെറ്റാണ്. ടി വിയിൽ ജപമാല ചൊല്ലുക, ടി വിയിൽ കുർബാന കാണുക, ഇതൊക്കെ തെറ്റാണ്. അവിടൊന്നും ഒരു ഗുണവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലെ കുർബാന, അതായത് ജപമാല സ്നേഹത്തോടൊക്കെ ചെല്ലുക. ഇടവകപ്പള്ളിയിൽ പോയിരിക്കുക. അവിടെ കർത്താവിൻ്റെ രൂപമുണ്ട്. നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങളുടെ ആവശ്യം സാധിച്ചു കിട്ടും. 100% ഉറപ്പ്. ആരെയും കൂട്ടരുത്, ആരെയും വിളിക്കുകയും ചെയ്യരുത്, ആരെയും പങ്കു കൂട്ടണ്ട. അല്ലാതെ ഏത് ആൾക്കാരുടെ പുറകെ പോയാലും, എത്ര വലിയ ആൾക്കാരുടെ പുറകെ പോയാലും ഒരു ഗുണവുമില്ല. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിയാണെന്ന് ആലോചിച്ച് നോക്ക്. ഒരാളുടെ പുറകെ പോയിട്ടും കാര്യമില്ല. ഒരാൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാം കാശിന് വേണ്ടി ചെയ്യുന്നവരാണ്. സകലരും കാശിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ്. പൈസ കൊടുക്കാതെ ഒരാൾക്ക് നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ രക്ഷയ്ക്കല്ല, അത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പണിയാണ്. നിങ്ങളുടെ രക്ഷ കൊണ്ടാണെങ്കിൽ നിങ്ങൾ കർത്താവിനെ മുൻപിടിക്കുക. നിങ്ങളുടെ പാവങ്ങൾ എന്താണ് പാവമെന്ന് പോലും നമുക്കറിയത്തില്ല. നമുക്കറിയാമോ എന്താ പാവമെന്ന്? അറിയത്തില്ല. അപ്പോൾ സാരം നടക്കുന്നുണ്ട്. എന്ത് സാരം? കള്ളം പോകും സാരം. അത് പാവമോചനമൊന്നുമല്ല. അതിനകത്തൊന്നും പാവം പോകുന്നില്ല.
അത് പാവം തിരിച്ചറിയണം. എന്താണ് പാവം, എങ്ങനെയാണ് പാവം, ഏത് വിധിയിലാണ് പാവം കടന്നതെന്ന് തിരിച്ചറിയണം. അല്ലാതെ ചുമ്മാ പോയി ഉപസാരിച്ച് കുർബാന കൊണ്ടുപോയിട്ട് ശാപമാണത്. ആ കൊറിന്ത്യൻസുകാരുടെ പുസ്തകം പറയുന്നുണ്ട്, 1 കൊറിന്ത്യൻസ് 11 അധ്യായത്തിൻ്റെ 27 വചനം പറയുന്നത്, അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീര രക്തം സ്വീകരിച്ചാൽ അത് ശിക്ഷാർഹമാണ്. വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നടക്കണ്ട. ക്രിസ്ത്യാനിയും പറഞ്ഞുകൊണ്ട് ദിവസവും രാവിലെ പള്ളിയിൽ വന്നിരിക്കുക, എന്നിട്ട് പള്ളിയിൽ വന്നിട്ട് ഒരു കൊന്ത അല്ലെങ്കിൽ കരണക്കൊന്ത കുടുംബത്തിൽ ചെല്ലില്ല. ആ പള്ളിയിലിരിക്കുന്ന പലരായിട്ടും പരസ്പരം മിണ്ടുപോലുമില്ല. എന്നിട്ടാണ് കരണക്കൊന്തയെല്ലാം നടക്കണം, എന്നിട്ടാണ് കൊന്തയെല്ലാം നടക്കണേ. നിങ്ങൾ അതിനൊന്നും പോകേണ്ട മനുഷ്യങ്ങളെ, നിങ്ങൾ അതിനൊന്നും പോകണ്ട, അതൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വെട്ടം കത്തിക്കുക, ആദ്യം ഒരു തിരി കത്തിക്കുക, ആ പ്രകാശം ഉണ്ടാവട്ടെ. അല്ലാണ്ട് മിന്നാമിനുകലിൻ്റെ പുറകെ പോയിട്ടൊന്നും കാര്യമില്ല, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടും കാര്യമില്ല. തീർത്ത് പറയുക, ഉറപ്പ് പറയുക, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയാലും ഒരു പ്രാർത്ഥനാലയത്തിൽ പോയാലും നിങ്ങൾക്ക് ഒരു രക്ഷയും കിട്ടത്തില്ല. നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ പോകും. ഇനി നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വേദനകൾക്കുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വൈദികൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും നിങ്ങൾ അദ്ദേഹത്തോട് പറയരുത്. അല്ലാത്ത നിങ്ങളുടെ കുടുംബത്തിലെ വല്ല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വല്ല പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആ ഇടവക വികാരി അച്ഛനോട് നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങേർക്ക് ഇടർച്ച ഉണ്ടാക്കുന്നൊരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യരുത്. അത് വലിയ ദ്രോഹമാണ് നിങ്ങൾ ചെയ്യണത്. ഒരു പാവം മനുഷ്യനെ നിങ്ങൾ അനാവശ്യമായിട്ട് പാവത്തിലേക്ക് വലിച്ചെറിക്കുക, മോശമായ ചിന്തകളിലേക്ക് അങ്ങനെ വലിച്ചെറിക്കുക, അത് പാടില്ല. നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് വേദനകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഇടവക വികാരിയോട് പറഞ്ഞാൽ അങ്ങേരെ അതിന് പരിഹാരം കണ്ടെത്തും. അങ്ങേറിട്ടിരിക്കുന്ന ഉടുപ്പ് തന്നെ എല്ലാവരും ഇട്ടിരിക്കുന്നത്. എത്ര ധ്യാനം വലിയ ധ്യാന ഗുരുവാണെങ്കിലും അങ്ങേര് പഠിച്ചിരിക്കുന്ന അതേ വാക്ക് തന്നെ അങ്ങേര് പഠിച്ചിരിക്കുന്നത്. ഈ വികാരി അച്ഛനിട്ടിരിക്കുന്ന അതേ ഡ്രസ്സ് തന്നെയാണ് ആ മനുഷ്യനിട്ടിരിക്കുന്നത്. ഇവർക്ക് തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളൊന്നുമില്ല, ഒരു വ്യത്യാസമില്ല. നമ്മളാണ് അവരെ വ്യത്യാസത്തിലേക്ക് തിരിപ്പിക്കണേ. ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. വട്ടായി അച്ഛൻ എന്താ, ഒന്നുമില്ല. നമ്മുടെ പള്ളിയിലേക്ക് വികാരി അച്ഛൻ്റെ അതേ ഗ്രേഡും അതേ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളൂ അങ്ങേർക്കും. മനസ്സിലായില്ലേ? അല്ലാണ്ട് ആർക്കും ഒരു പ്രത്യേകത ഒന്നുമില്ല, എല്ലാം സാധാരണ മനുഷ്യർ തന്നെയാണ്. നീതി കൂടുതലൊക്കെ ഞാൻ പറഞ്ഞു തന്നെ കൂടി പോകും. അതുകൊണ്ട് നിങ്ങളുടെ ഓട്ടോ ഒക്കെ നിർത്തി നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി, നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ സ്വയം നിങ്ങളുടെ കുടുംബത്തിലെ വെട്ടം കത്തിക്കുക, തിരി കത്തിക്കുക, എന്നിട്ട് ഓട്. അതിൽ നല്ലത് അല്ലാണ്ട് കണ്ട മിന്നാമിനുകിൻ്റെ പുറകെയൊക്കെ പോയി ഓടി വെട്ടവും കിട്ടൂല, വെളിച്ചവും കിട്ടൂല, നശിച്ച് നാളണക്കലും പറിച്ച് ആത്മഹത്യം ചെയ്യും. ഇപ്പോൾ പുതിയൊരു പരിപാടി വരുന്നുണ്ട്, ബോധോച്ചാടനം. അങ്ങനെ ഭൂതോച്ചാടനം, പിശാചിനെ ഓടിക്കാൻ. അതൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, മനസ്സിലല്ലേ? പിശാചൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെയൊന്നും കയറത്തില്ല. പിശാചൊക്കെ ഇറങ്ങി അതിനുള്ള കാരണങ്ങളുണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ പിശാച് കയറത്തുള്ളൂ. നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. എന്നിട്ട് ചുമ്മാ പിന്നെ ഭൂതോച്ചാടനം അതായതാണ് ഇതൊന്നും അറിയത്തില്ല, അതിനെക്കുറിച്ച് ഒന്നും അവർക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പിശാചിനൊക്കെ തുടങ്ങി അതിൻ്റേതായ ഇത് ജീവിക്കണം, മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പോകണ്ട, നിങ്ങളൊന്നും പോകണ്ട. നിങ്ങളുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുടുംബത്തിൽ തിരി കത്തിക്കുക, വെട്ടം കത്തിക്കുക, തെളിക്കുക, നിങ്ങളുടെ ഇടപെടലേക്ക് പോവുക. ആരെയും കൂട്ടണ്ട. എൻ്റെ കഥകങ്ങൾ അടയ്ക്കാം, അല്ലേ? എൻ്റെ കഥകങ്ങൾ അടയ്ക്കുക, എന്നിട്ട് അവിടെ ഇരിക്കുക. ആ ഈശോയുടെ മുഖത്ത് നോക്കി, ആ കുരിശയിൽ നോക്കിയിട്ട് വേറൊന്നും പറയണ്ട. അതൊക്കെ ഈശോയ്ക്ക് അറിയാം. പറഞ്ഞാൽ കേൾക്കത്തില്ല. നമ്മൾ സംസാരിച്ചാൽ തിരിച്ചറിയില്ല ഈശോയ്ക്ക്. ആരൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? നമ്മുടെ വേദനകൾ ഒച്ചനെ പറയണം, കൈകുട്ടി പറയണം, കൈവീശി പറയണം, ഒന്നും വേണ്ട. സ്വരത്തിൽ പറഞ്ഞാൽ ഈശോയ്ക്ക് മനസ്സിലാകത്തില്ല. ഈശോ ആത്മാവാണ്. ഈശോ പറഞ്ഞാൽ നമുക്കും കേൾക്കാൻ പറ്റില്ല. ചുമ്മാ ആൾക്കാർ എന്നാണ് പറഞ്ഞല്ലേ.
എന്നോട് ഈശോ അങ്ങനെ പറഞ്ഞു, എന്നോട് ഈശോ ഇങ്ങനെ പറഞ്ഞു, അല്ലേ? ഈശോ എന്നെ അങ്ങനെ വിളിച്ചു, ഈ പേര് വിളിച്ചു, ആ പേര് ഒന്നുമില്ല, ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഈശോയുടെ മുമ്പിൽ പോയി ശാന്തമായി താഴ്മയോടെ ഇരിക്കുക. തക്ക സമയത്ത് നിന്നെ ഉയർത്തും ആ ഈശോ. നമ്മളൊന്ന് ചെയ്ത് നോക്കി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഓട്ടോ ഒക്കെ നിർത്ത്. നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് ആർക്കെങ്കിലും ഒന്ന് പങ്കുവെച്ചു കൊടുക്കും. അവരും രക്ഷപ്പെടുത്തേ, അവർ ഈ ഓട്ടോ ഒക്കെ നിർത്തിട്ടെ. എന്തിനാ ഓടുന്നത്? നാശത്തിലേക്ക് ഓടുന്ന, നാശത്തിൻ്റെ വക്കിലേക്ക് ഓടുന്നത് രക്ഷപ്പെടില്ല ഒരിക്കലും. 100% ഒരിക്കലും ഒരുവനും രക്ഷപ്പെടത്തില്ല. മനസ്സിലായില്ലേ? അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മേടിക്കാതെ ഇവരൊന്നും ചെയ്തില്ല. പിന്നെന്തിനാ? പൈസ കൊടുക്കാതെ ഇവരൊന്നും ചെയ്തില്ല. അത് നേർച്ചയായി, തിരിയായി, വെളിച്ചെണ്ണയായി, മണ്ണെണ്ണയായി, ഉപ്പായി, മെഴുകുതിരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാശ്, ആ കാശ് കിട്ടണം. അതുകൊണ്ട് നിങ്ങളൊന്നും പോകണ്ട, ഒന്നും കളയാൻ പോകണ്ട, ഒന്നും ചെയ്യാൻ പോകണ്ട. ഇടവപ്പള്ളിലേക്ക് പോകും, ആ കുരിശിൻ്റെ വീട്ടിൽ പോയിരിക്കും. എന്നിട്ട് പറ്റാത്ത വേദന ഒത്തിരി വരുമ്പം നിങ്ങൾ നിങ്ങളുടെ വികാരി ചെന്ന് കാണും. അദ്ദേഹത്തിന്, പിന്നെ ഞാൻ പറയാം, അദ്ദേഹത്തിന് ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ അങ്ങേരെ ചവിട്ടി പറയരുത്. അത് കുമ്പസാരക്കൂട്ടിലായിപ്പോലും ഒരു വൈദികനെ ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ, സാധാരണ പെണ്ണുങ്ങളുടെ ജീവിതത്തിലൊക്കെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലല്ലേ? അത് ചിലവർക്ക് താങ്ങാൻ പറ്റത്തില്ല, വേദന കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. ആരെങ്കിലും ഷെയർ ചെയ്യണം. നിങ്ങൾ ഒരു കാര്യം, നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും അടുത്തുള്ള ഒരു സിസ്റ്ററിനെ പോയി കാണുക, ആ സിസ്റ്ററിനോട് പറയുക, ആ സിസ്റ്ററായിട്ട് പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ അമ്മയായിട്ട് പങ്കുവയ്ക്കുക. മകളാണെങ്കിൽ അമ്മയായിട്ട് പങ്കുവയ്ക്കുക, ഒരു അമ്മയാണെങ്കിൽ സിസ്റ്ററായിട്ട് പങ്കുവയ്ക്കുക. ഒരിക്കലും ഒരു വൈദികൻ്റെ ചവിട്ടി ചെന്നൊന്നും നിങ്ങളുടെ ശാരീരികമായ ബന്ധങ്ങളെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. അപ്പോൾ വീണ്ടും നാശത്തിലേക്ക് നമ്മൾ കടന്നു പോകും. അതൊക്കെ ഒഴിവാക്കി യേശുവിൻ്റെ കുരിശിൻ്റെ കീഴിലേക്ക്, യേശു പറയുന്നുണ്ട്, എൻ്റെ കരങ്ങൾക്ക് താഴ്മയോടെ ഇരിക്കുക, തക്ക സമയത്ത് നിന്നെ ഞാൻ ഉയർത്താം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.